ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു അടിപൊളി ഹെയർ കെയർ ആണ് കേട്ടോ. അതായത് ഞാൻ 2 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ടീ ട്രീ എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാണ് കേട്ടോ. ഞാനിത് പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ആർട്സ് ഗുഡ്നെസ്സിൻ്റെ ആണേ. ഇത് നല്ല രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള, നല്ല രീതിയിൽ റേറ്റ് കുറവുള്ള പ്രൊഡക്റ്റാണ് ഈ ആർട്സ് ഗുഡ്നെസ്സിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും കേട്ടോ. അപ്പോൾ ഇതിൽ റോസ്മേരി എസൻഷ്യൽ ഓയിൽ നമുക്ക് ഹെയറിലും സ്കിന്നിലും ഒക്കെ അപ്ലൈ ചെയ്യാമെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്കിന്നിലൊന്നും അപ്ലൈ ചെയ്യാറില്ല, ഞാൻ ഹെയറിൽ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. ഇത് പുത്തനാണ് കേട്ടോ, ഞാൻ പൊട്ടിച്ചിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഹെയർ പാക്കിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഹെയർ ഗ്രോത്തിനും ഡാൻഡ്രഫ് മാറാനായിട്ട്, നല്ല ഷൈനി ഹെയർ കിട്ടാനായിട്ടൊക്കെ നല്ലതാണ്. ഈ ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ റോസ്മേരി വാട്ടർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ എസൻഷ്യൽ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ പാക്കുകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു കവർ പാക്കേജിങ്ങിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4-5 ഡ്രോപ്സൊക്കെ എടുത്താൽ മതി എന്നതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. എസൻഷ്യൽ ഓയിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഒരുപാട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഫേസിലാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഡ്രോപ്പ് എങ്ങാനും എടുത്തേച്ചാൽ മതി. പ്രത്യേകിച്ച് നിങ്ങളെന്തെങ്കിലും സ്കിന്നിന് ബേണിങ് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഇത് യൂസ് ചെയ്താൽ മതിയേ. അപ്പോൾ ഞാനിതിനൊരു തിക്നെസ്സൊക്കെ കിട്ടാനായിട്ട് എൻ്റെ കയ്യിലൊരു താളിപ്പൊടിയുണ്ട്, അപ്പോൾ അതും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. കുറേ നാളായി യൂസ് ചെയ്തിട്ട് ഹെയറിൽ എന്തെങ്കിലുമൊക്കെ, അതുകൊണ്ട് തന്നെ ഇതായത് കട്ടായി പോയിട്ടുണ്ട്. കാര്യം ഞാൻ അടച്ച് വെച്ചിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എന്നിരുന്നാലും അത് കട്ടായിപ്പോയി. അപ്പം ഇത് മിക്സ് ചെയ്തപ്പോഴത്തേക്കും നല്ല രീതിയിൽ തിക്നെസ്സാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് തൈരും ആഡ് ചെയ്തു, എന്നിട്ടും തിക്നെസ്സ് മാറിയില്ല. കാരണം തൈര് നല്ല കട്ട തൈരായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എൻ്റെ കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ഒരു പാക്ക് എനിക്ക് ശരിക്കും ഒന്ന് ലൂസായി കിട്ടിയത്. കുറച്ച് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടുതൽ ഹെയർ പാക്ക് കിട്ടും. മുട്ടയുടെ വെള്ളം മാത്രമായിരുന്നു അപ്പോൾ ഇച്ചിരിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് തികയുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് സെറ്റ് ആവാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മുടിയിൽ ഓൾറെഡി ഞാൻ ഓയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി അപ്ലൈ ചെയ്യുമ്പം ആ ഓയിലൊക്കെ നമുക്ക് ഷാമ്പു യൂസ് ചെയ്യാതെ തന്നെ വാഷ് ഔട്ടായി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് വരുന്നത്. നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലൊന്ന് സെറ്റായി കിട്ടും. ആ ഫോക്ക് കൊണ്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇത് തലയിൽ അപ്ലൈ ചെയ്യുക. ഒരു 1 hour ശേഷം വാഷ് ചെയ്ത് കളയുക. ബൈ.